നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 99.69% ഈ വർഷത്തെ വിജയം. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട്. മുൻ വർഷം 99.7% വിജയം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്, 99.8%. 71,731 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനവുണ്ട്. 68,604 പേരാണ് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. 2,474 സ്കൂളുകളാണ് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യരാക്കിയത്. കഴിഞ്ഞ വർഷം ഇത് 2,581 ആയിരുന്നു. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെയായിരിക്കും സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. അടിയന്തരാവസ്ഥയും പട്ടാള നിയമവും ചുമത്തുമോ? അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയും ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഡൽഹി സർക്കാരിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി തന്റെ ക്യാബിനറ്റ് അംഗങ്ങളുമായും നിയമസഭാ സാമാജികരുമായും ആശയവിനിമയം നടത്തുവാൻ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ മതിയായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മാധ്യമങ്ങളോട് അവരുടെ കാഴ്ചപ്പാടുകൾ സംപ്രേഷണം ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുവാനോ കെജ്രിവാളിന്റെ രാഷ്ട്രീയ എതിരാളികളെ പ്രതിഷേധത്തിൽ നിന്നും തടഞ്ഞ് അടിയന്തരാവസ്ഥയോ സൈനിക നിയമമോ പ്രഖ്യാപിക്കുവാനോ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കി എന്നാണ് ആരോപണം. നോട്ട് കെട്ടുകൾ കിട്ടിയതുകൊണ്ടാണോ ഇപ്പോൾ രണ്ടുപേരെക്കുറിച്ചും മിണ്ടാത്തതെന്നും മോദി തെലങ്കാനയിലെ റാലിയിൽ ചോദിച്ചു. സ്വയം പരിഹാസ്യനാവുകയാണ് രാഹുൽ ഗാന്ധിയെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. അതേസമയം മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഗൌരവത്തോടെ വിലയിരുത്തുവാൻ BJP ഉത്തരേന്ത്യയിലെ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇന്നലെ നടന്ന മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ അവസാനം വന്ന കണക്ക് പ്രകാരം പോളിംഗ് 64.58%. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ മതത്തിന്റെ പേരിൽ കോൺഗ്രസ് തീരുമാനിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂനപക്ഷത്തിന് മുൻഗണന നൽകുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് മധ്യപ്രദേശിലെ ധാറിൽ പ്രചരണത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിക്കറ്റ് ടീമിന് അകത്തും പുറത്തും ആരൊക്കെ ഉണ്ടായിരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമെന്നും മോദി. KK ശൈലജ പക്വത കാണിച്ചില്ല. ഷാഫി പറമ്പലിനെതിരെ മോശം പ്രചാരണം നടത്തി K മുരളീധരൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ പക്വത കാണിച്ചില്ലെന്ന് K മുരളീധരന്റെ വിമർശനം. ഷാഫി പറമ്പലിനെതിരെ മോശം പ്രചാരണം നടത്തിയെന്നും K മുരളീധരൻ ആരോപിച്ചു. ദൃശ്യം പകർത്തുന്നതിനിടെ കാട്ടാന ആക്രമണം. പാലക്കാട് മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ AV മുകേഷിനാണ് ദാരുണാന്ത്യം. ബുധനാഴ്ച രാവിലെ പാലക്കാട് കുട്ടേക്കാട് വച്ച് റിപ്പോർട്ടിംഗിനിടെയായിരുന്നു കാട്ടാന ആക്രമണം. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയാണ് മുകേഷിന്റെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു.
ഹൃദയഭേദകമെന്നും ഉണ്ടാകുവാൻ പാടില്ലാത്ത സംഭവമെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് CBI. പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് കുറ്റപത്രം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് CBI. തൂങ്ങി മരിച്ചു എന്നതിൽ CBI വിദഗ്ധ അഭിപ്രായം തേടി. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBIയുടെ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നു. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.